ഞാൻ ജിസ്മി. ഞങ്ങളുടെ വൈറ്റിലയിലുള്ള ഹെയർ ക്രാഫ്റ്റിലാണ് വന്നിരിക്കുന്നത്. ക്ലിയറായിട്ട് എൻ്റെ ഹെയർ മൊത്തം പോകാൻ തുടങ്ങി. അപ്പോഴത്തേക്കും ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്കും ഡോക്ടർ ഏകദേശം 3000 to 3500 ഗ്രാഫ്റ്റാണ് പറഞ്ഞത് ചെയ്യണമെന്ന്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ട് ഇപ്പോൾ ഡാൻഡ്രഫും കൂടി ഉണ്ടായിരുന്നു. അത് നമുക്കിപ്പോൾ 2 ട്രീറ്റ്മെൻറ്റാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റും പിന്നെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷനുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡോക്ടറിനെ നമ്മൾ വിസിറ്റ് ചെയ്തു, കൺസൾട്ട് ചെയ്തപ്പോഴത്തേക്കും ഇതേപോലെ ഇവിടെ നല്ല ക്രൗൺ പോർഷൻ നല്ലപോലെ കൂടുതലായിട്ട് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ സർജറി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിന് മുന്നുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി തന്നത്. അപ്പം ഞങ്ങൾ സർജറിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷനൊക്കെ ചെയ്തിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഹെയർ ക്രാഫ്റ്റിലെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ അങ്ങനെ ഞങ്ങളുടെ കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അതിലെനിക്ക് നല്ല ടെൻഷനിലായിരുന്നു ഞാൻ വന്നത്, പക്ഷെ ഭയങ്കര സ്മൂത്തായിട്ട് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പം ഞാൻ വിളിച്ചപ്പോൾ ചോദിച്ചായിരുന്നു പെയിൻ ഉണ്ടോ അപ്പോൾ ഞാൻ എന്താ പറഞ്ഞേ, പെയിൻ ഇല്ലാന്ന് പറഞ്ഞു. ഫ്രീ ആണ്, ഫ്രീ ആയിട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് നമ്മളോട് ഹാൻഡിൽ ചെയ്യാൻ വരാനുണ്ട്. കാരണം വെച്ചാൽ അത്രയും ഞാൻ ഫ്രീ ആയിട്ടായത്, ഞാൻ ഇങ്ങനെയൊന്നല്ല വിചാരിച്ചത്. അതെ അതെ അതെ, ഓരോരുത്തർ പല രീതിയിൽ നമ്മളോട് പറഞ്ഞായിരുന്നു ഇത് ചെയ്യുമ്പോ ഇങ്ങനെ വരും, ചിലത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്, പെയിൻ ഉണ്ടാവും, ഭയങ്കര പെയിൻ ആയിരിക്കും എന്നൊക്കെ നമ്മളോട് പല ആൾക്കാർ പറഞ്ഞല്ലേ. പക്ഷെ ഹെയർ ക്രാഫ്റ്റിൽ വന്നിപ്പോ നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോ ഞങ്ങളുടെ ഒരു അനുഭവം ഞങ്ങളെ പോലെ നിങ്ങൾക്കും ബ്ലാഡ്നെസ്സോ ഈ ക്രൗൺ ഏരിയ പോർഷൻസ് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഞങ്ങളെ പോലെ ഹെയർ ക്രാഫ്റ്റിനെ ട്രസ്റ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് ധൈര്യത്തോടെ വരാം അല്ലേ. ആദ്യം ഒന്ന് കൺസൾട്ട് ചെയ്താൽ തന്നെ നമുക്ക് ആ ഒരു ഇത് മാറും, ടെൻഷനും കാര്യങ്ങളൊക്കെ മാറും. എല്ലാം ഫ്രീ ആവും. അതെ, അപ്പൊ എല്ലാവരും ഹെയർ ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. താങ്ക് യു.